ഹലോ ഹായ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിഞ്ഞൊരു 5 വർഷം 2023-22 2017-18-19 ചോദിച്ചിട്ടുള്ള സെക്കൻഡ് ടേം ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ഉദ്ദേശിക്കുന്ന തിയറിയോ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യിപ്പിക്കലോ ഒന്നുമല്ല. നിങ്ങൾ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടുക. അതോടൊപ്പം തന്നെ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, എത്ര മാർക്കിൻ്റെ ആണ് ഒരു ഏരിയാസ് എന്ന് വന്നിട്ടുള്ളതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ആയ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ളതാണ്. പേരിൽ നിന്ന് തന്നെ ഉണ്ട് ആക്ച്വലി ട്രയൽ ബാലൻസ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് തന്നെയാണ് ഇതിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത്. എസ് എന്നുള്ള രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും അങ്ങനെയുള്ള പല ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ എസ് ചോദിച്ചിട്ടില്ല. ഇതിൽ നിന്ന് എസ് ചോദിക്കാൻ തക്കവണ്ണമുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ വേണം ഈ ഒരു ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ. സോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കി ബേസ് ചെയ്തിട്ട് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കഴിഞ്ഞ വർഷം 2023-ലും 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ ചാപ്റ്ററിൻ്റെ പേര് പറയുന്ന പോലെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ആ പോർഷനിൽ നിന്നാണ് ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഐറ്റംസ്. അത് നമുക്ക് ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ, മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ 3ാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1 എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രയൽ ബാലൻസിൻ്റെ ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ ചോദിച്ചേക്കുന്ന എററാണ്. 4 ടൈപ്സ് ഓഫ് എറേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എറേഴ്സ് ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തിയറി എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ആണ്. ഓക്കെ, ഇത് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എന്നുള്ള രീതിയിലല്ല, നമുക്ക് മെയിൻ എക്സാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഈ ഒരു സംഭവം ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇനി ഒരു അടുത്ത വർഷവും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ സെക്കൻഡ് ടേമിനും ചോദിക്കാനുള്ള ചാൻസാണ്. സോ അത് നോക്കി വെക്കണം. പിന്നെ 2023 തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ അതിൽ ആ 3 നിങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് വെച്ചാണ് കിട്ടുന്നത്. സിമ്പിളായിട്ടുള്ളതാണ്. അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്കാണ്. അപ്പം പിന്നീട് വന്നിട്ടുള്ളത് നമുക്ക് ട്രയൽ ബാലൻസ് ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യാനാണ്. ഓക്കെ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതും 2023 ചോദിച്ചിട്ടുള്ളതാണ്. സോ ട്രയൽ ബാലൻസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോകുന്നതും ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഒന്നുകിൽ ലെഡ്ജർ ബാലൻസ് തന്നിട്ട് ലെഡ്ജർ വെച്ചിട്ടാണല്ലോ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ലെഡ്ജറിൻ്റെ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് തന്നേക്കും, അത് വെച്ചിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനോ, അല്ലെങ്കിൽ തെറ്റിച്ച് ട്രയൽ ബാലൻസ് തരും. ഓക്കെ, ചിലപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട സാധനം ക്രെഡിറ്റിൽ എടുത്ത് എഴുതും, ക്രെഡിറ്റ് ചെയ്യേണ്ട സാധനം ഡെബിറ്റിൽ എടുത്ത് എഴുതും, എന്നിട്ട് നമ്മളടുത്ത് റീ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. സോ ഈ 2 രീതിയിലായിരിക്കാം കുറച്ച് 3, 4, 5 മാർക്ക് എന്നുള്ള രീതിയിൽ ട്രയൽ ബാലൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. സോ അത് ബാലൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോഡേൺ റൂൾസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസ് പേടിക്കേ വേണ്ട. പിന്നെ 2022 സെയിം 2023 എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് അതേപോലെ ഇതിൽ നിന്ന് 2 മാർക്ക്, 1 മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതും സെയിം തന്നെ, ഒരെണ്ണം ട്രയൽ ബാലൻസിൽ നിന്നും ഒരെണ്ണം എറേഴ്സിൻ്റെ പോർഷനിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ഇതേപോലെ റെക്ടിഫൈ ചെയ്യാമെന്നും പറഞ്ഞ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രോബ്ലം എന്നുള്ള രീതിയിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ 2022 നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ട്രയൽ ബാലൻസ് തന്നിട്ട് അത് റെക്ടിഫയറോ കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് 2019 ആണ്. 2020-21 കൊറോണ ആയതുകൊണ്ട് അത് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെയും 1 മാർക്കിന് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ട്രയൽ ബാലൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് 2017-18-19 സിലബസും അവർക്കുള്ള പോർഷൻസും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ എണ്ണവും കുറയും. കാരണം അവർക്ക് 6 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അവിടെ 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ക്വസ്റ്റ്യൻ്റെ എണ്ണവും കുറയും. സോ ഇത് വെച്ചിട്ട് ബേസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ എന്ന് വിചാരിക്കരുത്. പക്ഷെ നമുക്ക് പഠിക്കാം ഏത് ഏരിയ നിന്നായിരിക്കും ചോദിക്കുന്നതെന്നുള്ളൊരു ഐഡിയ ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ 1 മാർക്കിന് വെച്ചിട്ടുണ്ട്. പിന്നെ 4 മാർക്കിൻ്റെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ് ചോദിച്ചത്. സോ ഈ വർഷങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കൊരു 8 മാർക്കിൻ്റെ ഒരു ചോദ്യമേ ഇതിൽ നിന്ന് വന്നിട്ടില്ല. ഓക്കെ,
പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് 2008. അപ്പോൾ 2019 ഇത്രയും ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ 6 ചാപ്റ്റേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ ആ ചാപ്റ്റേഴ്സിൽ നിന്നെല്ലാം ചോദിക്കേണ്ടത് കൊണ്ടും അവർ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ചുരുക്കിയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് 2018 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എറേഴ്സ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ 2 മാർക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രയൽ ബാലൻസ് ഈ പറഞ്ഞ പോലെ തെറ്റിച്ച് തന്നിട്ട് കറക്റ്റ് ചെയ്യാനുള്ളതാണ് 2 മാർക്കിൻ്റെ. ഇത് ഷോർട്ട് വേർഷനാണ്, കുറച്ചേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് കുറേ വർഷങ്ങളിൽ ഇതിൻ്റെ വലിയ 4 മാർക്ക് 5 മാർക്കിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് പബ്ലിക് എക്സാമിന് കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ഞാൻ 2018 ഈ പറഞ്ഞ പോലെ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് കുറച്ച് തിയറി പഠിച്ചു വെക്കുക എന്നുള്ളത്. തിയറി വേറെ ഒന്നുമില്ല, ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസിൻ്റെ ആ സംഭവവും അതേപോലെ തന്നെ എറേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഒരു എക്സാമിലും പഠിച്ചു വെക്കുക എന്നുള്ളതാണ് തിയറി പാർട്ട് ഇതിൽ നിന്ന് വരുന്നത്. ആൻഡ് പിന്നെ വരുന്നത് ഇവർക്ക് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ 5 മാർക്കിൻ്റെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ചോദിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, 5 മാർക്കിനാണ്, 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 എണ്ണം കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. ആൻഡ് പിന്നെ 2017 1 മാർക്ക് എന്നുള്ള രീതിയിൽ ട്രയൽ ബാലൻസിൻ്റെ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പല രീതിയിൽ ചോദിച്ചത്. അർത്തമെറ്റിക് ആക്യുറസി അല്ലാന്നുണ്ടെങ്കിൽ ലെജറിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏതാണ് എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞ് തന്നെ കുറേ വട്ടം ചോദിച്ചു. ആൻഡ് പബ്ലിക് എക്സാമിനും ഇത് തന്നെയാണ്. ഓക്കെ, പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ ലെജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ അത് വെച്ചിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ. അത് ഞാൻ വീണ്ടും പറയുന്നു, റൂൾസ് ഓഫ് മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിക്കുക എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ജേർണൽ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അതറിയാമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ അകത്ത് വീണ്ടും 5 മാർക്കിന് വീണ്ടും ചോദിച്ചിട്ടുണ്ട് റെക്ടിഫിക്കേഷൻ ഓഫ് എറർ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ട്രയൽ ബാലൻസ് ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ മിസ്റ്റേക്ക് കൊടുത്തിട്ട് അത് പ്രിപ്പയർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് കൊടുത്തിട്ട് അത് പ്രിപ്പയർ ചെയ്യാനായിരിക്കും. സോ നമുക്ക് 2024 അങ്ങനത്തെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അതായിരിക്കാം കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളതും. സോ നമ്മൾ പഠിക്കുമ്പോൾ ആ രീതിയിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് വിടാൻ പറ്റില്ല, പഠിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അതേപോലെ തന്നെ ട്രയൽ ബാലൻസിൻ്റെ ഈ പറഞ്ഞ പോലെ ചിലപ്പം അത് ഒരു 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതും മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. തിയറി പോർഷൻസ് ഭയങ്കരമായിട്ട് സംഭവങ്ങളൊന്നുമില്ല, കുറച്ച് പോർഷൻസ് അവിടെ ഇവിടെ ആയിട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ ഡിപ്രീസിയേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ് എന്താണെന്നുള്ളത് കാണാം. താങ്ക് യു.